കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അദ്ദേഹത്തെ സ്വയം വിളിക്കുന്ന മോട്ടിവേറ്റർ എന്നാണ്, ഫിലിപ്പ് മാമ്പാട്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ ഒരു പോക്സോ കേസിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ, അവരുടെ പാരന്റ്സ് ഈ കുട്ടിയെ ചില കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കുറ്റകൃത്യം നടന്നത്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അറസ്റ്റിലായി, നിലവിൽ റിമാൻഡിലാണ്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ പല രീതിയിലുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾ പതിവ് പോലെ തന്നെ വന്നു തുടങ്ങി. അതിൽ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കേസ് നിലവിൽ അന്വേഷണത്തിലാണ്. അതിൽ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും 100% ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പലതരം പ്രതികരണങ്ങളിലെ ഒരു കാര്യമാണ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത്, ഈ വ്യക്തിക്ക്, ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഈ സംഗതിയെല്ലാം തന്നെ ആരൊക്കെയോ ചേർന്ന്, ഏതോ മാഫിയൊക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ലഹരി മാഫിയാണ് ഇതിന് പിന്നിൽ. ലഹരി മാഫിയയുടെ കണ്ണിലെ കരടാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് ഈ കൂട്ടർ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം എങ്ങനെയാണ് ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ കണ്ണിലെ കരടായത് എന്നൊക്കെ അറിയാൻ വേണ്ടി സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ കണ്ടു. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇദ്ദേഹം ഒരു ലഹരി മാഫിയക്കെതിരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടൊന്നും അതിൽ കാണാനേ കഴിയുന്നില്ല. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരത്തെ പെരിന്തൽമണ്ണ സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ലഹരി മാഫിയക്കെതിരെ പോരാടാൻ അയാൾക്ക് ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്ന അയാളുടെ യൂണിഫോം തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ ഒരിക്കൽ പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഡ്രഗ് ബസ്റ്റ് നടത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ തലത്തിൽ ലഹരി വിതരണം ചെയ്യുന്നത് പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തതായിട്ടുള്ള ചരിത്രങ്ങളൊന്നും തന്നെ വാർത്താ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇദ്ദേഹം സ്വയം പറയുന്നതിലോ ഒന്നും എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ സർവീസിലിരിക്കെ എവിടെയും അദ്ദേഹത്തിന് ഒരു ചരിത്രമില്ല. പിന്നെ അദ്ദേഹം സർവീസ് ഉപേക്ഷിച്ച് വന്നതാണ്. അതിന് കാരണമായി അദ്ദേഹം തന്നെ പല വീഡിയോകളിലും ഇയാൾ പറയുന്നത് എന്താണ്, എനിക്ക് അവിടെ നിന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ ശമ്പളം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഞാൻ മാസം ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഫാൻസ് ഇങ്ങനെ ഇയാൾ എന്തോ ലഹരി മാഫിയെ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ആളാണ്, ലഹരി മാഫിയെ എതിർക്കുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആ തരത്തിൽ വിളിക്കാമെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ലഹരിക്കെതിരെയുള്ള ചില ബോധവൽക്കരണ ക്ലാസുകൾ, മോട്ടിവേഷൻ, അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇദ്ദേഹം നടത്തുന്ന മോട്ടിവേഷൻ? ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ ഈ 70കളിലൊക്കെ ജനിച്ച ആളുകളുടെ, അതായത് ഈ 90കളിൽ കൗമാരവും യൗവനവും ഒക്കെ കടന്നിട്ടുള്ള നിലവിൽ 50 വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഒരു ശരാശരി മലയാളി പുരുഷൻ തള്ളിമറിക്കുന്ന ചില മുംബൈ കഥകൾ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ ഉപയോഗിക്കാത്ത ലഹരിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പതിവ് ഒരു അമ്മാവൻ തള്ളലുകൾ. അതിനുശേഷം ഈ പറയുന്ന അമ്മയുടെ മഹത്വം, അമ്മയുടെ സ്നേഹം, അമ്മയുടെ കാലിനടിയിലെ സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ള ചില ഈ ഇമോഷണൽ, അതായത് ഈ കുട്ടികളുടെ, നിലവിലെ കൗമാരക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു 40കളിലോ 50കളിലോ ഉള്ള ആളുകളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇയാൾ പറയുന്നത്. ലഹരിക്കെതിരെയോ അല്ലെങ്കിൽ ലഹരി മാഫിയക്കെതിരെയോ ഒന്നും ഇയാൾ സംസാരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഉപദേശം, ലഹരിക്കെതിരെയുള്ള ഉപദേശം? ഈ പറയുന്ന ഒരു അമ്മാവൻ വസന്തങ്ങൾക്ക് നൽകാൻ കഴിയുന്ന അതേ ഉപദേശങ്ങളാണ് ഇദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തു പോകുന്ന പെൺകുട്ടികൾ പബ്ബിൽ പോയി എങ്ങനെ ലഹരിക്ക് അടിമകളാകുന്നു, കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഈ പറയുന്ന ലഹരിയുടെ നിരന്തര ഉപയോക്താക്കളായി മാറുന്നു, കൂട്ടുകെട്ടുകൾ എങ്ങനെ ലഹരിയിലേക്ക് എത്തിക്കുന്നു എന്ന് തുടങ്ങി ഈ പറയുന്ന കുട്ടികളെ പതിവായി ചെക്ക് ചെയ്യുക, പതിവായി കുട്ടികളുടെ പിറകെ പോവുക, കുട്ടികളെ എങ്ങനെ റഡാറിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് തുടങ്ങി ഇദ്ദേഹത്തിന്റെ ഉപദേശം മുഴുവൻ കുട്ടികളോടല്ല, മറിച്ച് നിലവിലെ കുട്ടികളെല്ലാം തന്നെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഡ്രഗിന്റെ പിറകെ പോകുമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ എങ്ങനെയാണ് ലഹരി മാഫിയക്ക് ഭീഷണിയായി മാറുക? എങ്ങനെയാണ് ഈ മനുഷ്യൻ ലഹരി മാഫിയയുടെ കണ്ണിലെ കരടാവുക? അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇയാൾ നടത്തിയതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു ശൈലിയാണെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു ആദിവാസി മേഖലയിലൊക്കെ മരുന്നുകളും അവർക്ക് ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്തു, ഭക്ഷണ സാധനങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കൊന്നതാണെന്നും അതിന് പിന്നിൽ ഈ പറയുന്ന മരുന്ന് മാഫിയ ആണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നു. മരുന്ന് മാഫിയക്കെതിരെ ഇയാൾ എന്ത് പ്രവർത്തനമാണ് നടത്തിയതെന്ന് അപ്പോഴും വ്യക്തമായിട്ടില്ല. ഏതാണ്ട് സമാനമായ നിലയിലാണ് നിലവിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ, അതായത് ഫിലിപ്പ് മാമ്പാടിന്റെ പ്രവർത്തനവും.
ഇനി ഫിലിപ്പ് മാമ്പാട് ആളുകളെ പിടിച്ചിരുത്താൻ ചേർക്കുന്ന ഒരു ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു 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 തെരുവോര പ്രാസംഗികന്റെ എല്ലാ കഴിവുകളുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളതിൽ തർക്കമില്ല. കാരണം തന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മതം, ഇമോഷൻ എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ഇയാൾ ഇങ്ങനെ പാക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായി എന്താണ് പ്രശ്നങ്ങൾ? ഈ പറയുന്ന അണുകുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ, പാരന്റിങ്ങിൽ വരുന്ന വലിയ പിഴവുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും കുട്ടികളെ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റു വഴികളിലേക്ക്, ലഹരിയുടെ വഴികളിലേക്ക് ഉൾപ്പെടെ നടത്താനുള്ള ഒരു പ്രൈമറി കാരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന സംഗതികൾ. അതായത് കുടുംബത്തിനകത്ത് തുടങ്ങുന്ന കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊന്നും ഇയാൾ പാരന്റ്സിന് ഉപദേശങ്ങൾ നൽകുന്നൊന്നുമില്ല. മറിച്ച് അവിടെ മതം പ്രസംഗിക്കുന്നു. മതത്തെ സെന്റിമെന്റൽ ഡയലോഗുകൾ എടുത്ത് ഉപയോഗിക്കുന്നു, അമ്മ സെന്റിമെന്റ്സ് എടുത്ത് പ്രയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ ഡെവലപ്പായി വരുന്നത്. മറ്റൊന്ന് എന്താണ്, അദ്ദേഹം തന്നെ ഒരു ക്ലാസ്സിൽ പറയുന്നത് കേട്ടു. അദ്ദേഹം ഏതോ സ്കൂളിൽ പോയിട്ട് അവിടെ കുട്ടികളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു എന്താണ് ലഹരി എന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് കുട്ടികൾ ഇങ്ങനെ എന്താണ് ഈ പറയുന്ന പാൻ മസാല സാധനങ്ങളുടെ ചില ബ്രാൻഡുകളുടെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം അതൊന്നും അല്ല, അതിനപ്പുറത്ത് MDMA ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുകയാണ് ഇയാൾ. എന്തിനാണ് കുട്ടികൾക്ക് ഈ പേരുകളൊക്കെ ഇയാൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ഇയാളാണോ ലഹരി മാഫിയയുടെ ആള്? എന്തായാലും എതിരെ വന്നിരിക്കുന്ന നിലവിലെ ഈ കേസിനെ അല്ലെങ്കിൽ നിലവിൽ ഇദ്ദേഹം അറസ്റ്റിലായിരിക്കുന്ന അതിന് കാരണമായ കുറ്റകൃത്യത്തെ ഒന്ന് പെയിന്റ് പൂശിയെടുക്കാൻ വേണ്ടി പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ് ഇദ്ദേഹം ലഹരി മാഫിയയുടെ എന്തോ വലിയ എതിരാളിയായിരുന്നു, ലഹരി മാഫിയ ഇദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് നടക്കുകയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഏത് ലഹരി മാഫിയാണ് ഇദ്ദേഹം ലഹരി മാഫിയ ലക്ഷ്യമിട്ടുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് ആരും മറുപടി നൽകുന്നുമില്ല. ഒരു വീട്ടിലെ ശരാശരി ഒരു അമ്മാവൻ ഈ പറയുന്ന സദാചാരമായി കുട്ടികൾക്ക് നൽകുന്ന ഉപദേശത്തിനപ്പുറത്തേക്ക് ഒരു ലഹരി മാഫിയയും അയാൾ ലക്ഷ്യമിട്ടിട്ടില്ല, അയാൾ അതിലേക്ക് പോയിട്ടില്ല. മറിച്ച് ഒരു തെരുവ് പ്രാസംഗികന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ധാരാളം പണം ഉണ്ടാക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ നിലവിൽ വരുന്ന ഈ അറസ്റ്റ് വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്, അതിനെ അദ്ദേഹം ഒരു വേട്ടക്കാരന്റെ രീതിയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു പൊസിഷൻ, ആ കഴിവിനെ ഉപയോഗപ്പെടുത്തി എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. അതുകൂടാതെ മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഒരു 16 വയസ്സുള്ള ഒരു ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടി ഇരയാക്കപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ ക്രെഡിബിലിറ്റി ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വളരെ മോശമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഫാൻസ് ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. ഇപ്പൊ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും അത്തരം ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അറസ്റ്റിലായ മുരാരി തന്ത്രിക്കും അത്തരം ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ അങ്ങനെ ഒരു ഫാൻസ് ഈ പറയുന്ന നമ്മുടെ ഫിലിപ്പ് മാമ്പാടിന് വേണ്ടി കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ പറയുന്ന ആളിന്റെ അടുത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വിട്ടത്, അവരുടെ കാര്യം പരിശോധിക്കണമെന്ന്. ഈ പറയുന്ന ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇതേ ആളുകൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വിടുന്നത്. അതായത് അവരുടെ കുട്ടി ഇത്തരത്തിൽ ലഹരിയുടെ വഴിയിലേക്ക് പോയി അതല്ലെങ്കിൽ അതിന് കൗൺസിലിംഗ് വേണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഈ പറയുന്ന വ്യക്തി അത്രയും വിശ്വസനീയമായ ഒരു മോഡലായി നിൽക്കുകയാണ്. ഈ പറയുന്ന ആളുകളെല്ലാം അങ്ങനെ വിശ്വസനീയമായ മോഡലാണ് ഇയാളെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ വളരെയേറെ ജാഗ്രത പുലർത്തുക തന്നെ വേണം. വേട്ടക്കാരെല്ലായിടത്തും ഉണ്ട്. അതുകൂടാതെ ഒരു യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലഹരിയുടെ വഴികളിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റാൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ ഒരുപാടുണ്ട്. അതിന് അത്തരത്തിൽ അക്കാഡമിക്കായി തന്നെ അതിന് കഴിവുകളുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതിനു വേണ്ടിയിരുന്ന സെന്ററുകൾ, സർക്കാർ അംഗീകൃത സെന്ററുകളുണ്ട്. അതുകൂടാതെ കൗൺസിലിങ്ങിനൊക്കെ ഈ പറയുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ, മറ്റ് ചൈൽഡ് സൈക്കോളജി പഠിച്ച മറ്റ് കൗൺസിലർമാർ, ഇവരുടെയൊക്കെ സേവനം നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ലഭ്യമാണ്. അതുകൂടാതെ സർക്കാരിന്റെ കീഴിൽ തന്നെ, ചൈൽഡ് ലൈനിന്റെ ഒക്കെ കീഴിൽ തന്നെ, അതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങളും കൗൺസിലിംഗ് സംവിധാനങ്ങളും എല്ലാം ലഭ്യമാണ്. അവിടെ ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയിൽ വാചകക്ഷോഭം നടത്തി കാശുണ്ടാക്കുന്ന ആളുകളുടെ പിറകെ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഈ പറയുന്ന ആൾ നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, കാശുണ്ടാക്കാൻ അറിയുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കാശുണ്ടാക്കാനും ആളുകളെ പറ്റിക്കാനും അറിയാവുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നുള്ളതാണ് സത്യം.